ഹായ് ഓൾ, വെൽക്കം ടു ദി വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് D.H. ലോറൻസിനെ കുറിച്ചാണ്. D.H. ലോറൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ദ റെയിൻബോ എന്ന് പറയുന്ന നോവലാണ്. സോ ഡേവിഡ് ഹെർബർട്ട് ലോറൻസ് ജനിച്ചത് 11 സെപ്റ്റംബർ 1885 ഹി വാസ് എൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, പോയറ്റ്, പ്ലേ റൈറ്റ്, ലിറ്റററി ക്രിട്ടിക്, ട്രാവൽ റൈറ്റർ, എസ്സേയിസ്റ്റ് ആൻഡ് പെയിൻറ്റർ. സോ അദ്ദേഹത്തിൻ്റെ ഇത്രയൊക്കെ ഭാഗങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിമെറിറ്റായിട്ട് അന്ന് കണ്ടിരുന്നത് സെക്ഷുവാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൂടുതലും പ്രൊജക്റ്റ് ചെയ്ത് നിന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില വർക്ക്സൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ തന്നെ ബാൻ ചെയ്തതായിട്ടും പറയുന്നുണ്ട്. അദ്ദേഹം എന്ത് കാര്യങ്ങളും വളരെ ഓപ്പൺ അപ്പ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വലിയ എന്തോ ആയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് എനിമീസൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അന്ന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് നോവൽ സൺസ് ആൻഡ് ലവേഴ്സ്, അതുപോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെയിൻബോ, അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള വിമൻ ഇൻ ലവ്, ലവർ, അങ്ങനെ ഒരുപാട് വർക്ക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പിന്നെ റെയിൻബോ എന്ന് പറയുന്ന ഈ നോവൽ ബാൻഡ് നോവലാണ്. അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഈ റെയിൻബോ എന്ന് പറയുന്ന നോവലിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, എന്താണ് ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്, സ്റ്റോറി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ നമുക്ക് സമയം കളയാതെ നമ്മുടെ നോവലിലേക്ക് പോവാം. സോ ക്യാരക്ടേഴ്സിനെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്യാരക്ടർ ലിഡിയയാണ്. ലിഡിയ ഒരു വിഡോ ആണ്. ലിഡിയയ്ക്ക് ഒരു മകളുണ്ട്. മകളുടെ പേര് അന്ന. പിന്നെ പറയുന്ന ക്യാരക്ടർ ടോം ബ്രാങ്വനാണ്. ടോം ബ്രാങ്വൻ എന്ന് പറയുന്ന ആൾ ബ്രാങ്വൻ ഫാമിലിയിലുള്ള ആളാണ്. ആ ബ്രാങ്വൻ ഫാമിലി ഉള്ളത് മാഷ് ഫാമിലാണ്. അപ്പോൾ ലിഡിയയും ടോം ബ്രാങ്വനും തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയതിന് ശേഷം ഇവർക്ക് ഇഷ്ടം തോന്നുകയും അതിനുശേഷം ഇവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ടോം ബ്രാങ്വൻ അറിയാം ലിഡിയയ്ക്ക് വേറെ മകളുണ്ടെന്നും അതുപോലെ ഭർത്താവ് മരിച്ച കാര്യങ്ങൾ അങ്ങനെയുള്ള കഥകളൊക്കെ അറിയാം. എന്നിട്ടും അദ്ദേഹം അവളെ കല്യാണം കഴിക്കാൻ റെഡിയാവുന്നു. അങ്ങനെ ലിഡിയയുടെ സെക്കൻഡ് മാരേജ് ആണ്. ടോം അങ്ങനെ ലിഡിയയെ കല്യാണം കഴിക്കുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡ് വൈഫ് എന്നുള്ള റിലേഷൻഷിപ്പ്, അതായത് പരസ്പര സ്നേഹം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടുതലും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സെക്സിന് മാത്രമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി മാത്രം കല്യാണം കഴിച്ച പോലെയായിരുന്നു അവരുടെ ലൈഫ് മുൻപോട്ട് പോയിരുന്നത്. അപ്പോൾ അതിനുശേഷം ലിഡിയ പ്രഗ്നൻ്റ് ആവുകയാണ്. ലിഡിയ പ്രഗ്നൻ്റ് ആയ സമയത്ത് അന്നയോടാണ് ടോമിനൊരു ഇഷ്ടം തോന്നുന്നത്. അങ്ങനെ അന്നയെ ടോം അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറായി കാണാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായി എന്നുള്ളതാണ് പിന്നീട് അവിടെ പറയുന്നത്. പക്ഷേ അന്നയെ കല്യാണം കഴിക്കാൻ എന്തായാലും ടോമിന് പറ്റില്ല. അന്നയ്ക്ക് തിരിച്ചും പറ്റില്ല. കാരണം സ്റ്റെപ്പ് ഫാദറാണ്. അതൊരു വലിയ പ്രശ്നമാകും. അതുമാത്രമല്ല സ്വന്തം അമ്മയുടെ ഭർത്താവും കൂടിയാണ്. അപ്പോൾ അതൊരിക്കലും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്പരം കല്യാണം കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഇവരുടെ ഇല്ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നത് ടോമിൻ്റെ തന്നെ ഒരു നെഫ്യൂ ആയിട്ടുള്ള വില്ലിനെ കല്യാണം കഴിക്കാനാണ് അന്ന പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അന്ന ചെന്ന് ടോമിനോട് കാര്യങ്ങൾ പറയും. എനിക്ക് എന്തായാലും നിങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വില്ലിനെ കല്യാണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയും. പക്ഷേ ടോം ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല. കാരണം ടോമിന് അന്നയും വേണം എന്നുള്ളത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ ടോം റിജക്റ്റ് ചെയ്യും. പിന്നീട് ഇവരുടെ ലവും ഒക്കെ കാണുമ്പോൾ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യും. കാരണം വേറെ വഴിയില്ലാത്തത് കൊണ്ട് അക്സെപ്റ്റ് ചെയ്യും. കാരണം ടോമിന് ഒരിക്കലും അന്നയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ അന്നയുടെയും വില്ലിൻ്റെയും ലവ് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ പ്യുവറായിരുന്നു. അവർ തമ്മിൽ ഒരുപാട് രീതിയിലുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ലൈഫ് വളരെ ഡിവൈനായിട്ട് മുന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് 8 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നയുടെ കേസിൽ അന്നയ്ക്ക് ഇനിയും കുട്ടികൾ വേണം. അതായത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ബോണ്ട് അവളും സെക്സിന് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇനിയും ഒരുപാട് കുട്ടികൾ വേണം എന്നുള്ളൊരു ചിന്ത വരും. പക്ഷേ അങ്ങനെ ചിന്ത വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതലും പ്രയോറിറ്റി സെക്സിന് മാത്രമാവും. അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് വന്ന പോലെ ഒരു ഫീൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ 8 മക്കളിൽ മൂത്ത ആളുടെ പേര് അർസോള എന്നാണ്. അപ്പോൾ അർസോള എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ഫാമിലിയിൽ ഏറ്റവും മൂത്ത ആളാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 7 പേരെ നോക്കുക എന്നൊക്കെ പറയുന്നത് അവളെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ സിബ്ലിങ്സിനോടൊന്നും വലിയ താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. അതുമാത്രമല്ല അവളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിരുന്നത് ഈ ക്രിസ്ത്യാനിറ്റിയിൽ ജീവിക്കാനും അതുപോലെ തന്നെ നല്ല ഹയസ്റ്റ് ലെവലിൽ ജീവിക്കാനൊക്കെ ആയിരുന്നു അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ അവളുടെ ലൈഫ് ഇങ്ങനെ വളരെ ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവളുടെ ലൈഫിലേക്ക് ആൻറ്റൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സോൾജറുടെ എൻട്രി. ആ ബ്രിട്ടീഷ് സോൾജർ അവളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവളുടെ ലൈഫ് കംപ്ലീറ്റ് മാറുന്നുണ്ട്. അവൾക്ക് അദ്ദേഹത്തിനോട് ഭയങ്കര പ്രേമം തോന്നുകയും ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാവുകയും ചെയ്യുന്നുണ്ട്.
അതിനിടയിൽ ഉർസോള എന്ത് ചെയ്യുന്നു വെച്ചാൽ അടുത്തൊരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ അവൾ പഠിപ്പിക്കാനായിട്ട് പോവാണ്. അവിടെ ചെന്ന് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതിനിടയിലാണ് അവൾ മിസ് ഇങ്കർ എന്ന് പറയുന്ന ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ടീച്ചറെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവരോടുള്ള സംസാരവും അവരുടെ ഇടപെടലുകളും കാരണം അവർ തമ്മിലൊരു കണക്ഷൻ അവിടെ ഉണ്ടാവുകയാണ്. സോ അവൾക്ക് ആ ലെസ്ബിയൻ ആയിട്ടുള്ള ടീച്ചറെ ഭയങ്കര ഇഷ്ടപ്പെടുകയും അവർ തമ്മിലുള്ളൊരു കണക്ഷൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഈ ഉർസോള ഇങ്ങനെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സ്റ്റോറി ഇങ്ങനെ നടക്കുന്നത്. സോ ആ സമയത്ത് പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസ് ഇങ്കർ എന്ന് പറയുന്ന ആൾ ഉർസ്യൂളയുടെ ഹോമോസെക്ഷൽ ആയിട്ടുള്ളൊരു അങ്കിളുണ്ട്, ആ അങ്കിളിനെ മാരി ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഉർസ്യൂള എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജോലി സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു സ്കൂളിലേക്ക് ജോലിക്ക് കയറും. ആ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കാരണം അവിടെ കുട്ടികളോടൊന്നും വലിയ സ്നേഹമോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനൊന്നും ആയിരുന്നില്ല കൊടുത്തിരുന്നത്. കാരണം നല്ല പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പഠിച്ചില്ലെങ്കിൽ നന്നായിട്ട് ഉപദ്രവിക്കുമായിരുന്നു കുട്ടികളെ, ഭയങ്കര ടോർച്ചറിങ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവൾക്ക് പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ അവൾ അവിടെ പഠിപ്പിക്കാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതിന് ശേഷം അവൾ പഠിപ്പിക്കാതെ എന്ന് പറഞ്ഞാൽ 2 വർഷം അവളവിടെ പഠിപ്പിച്ചു. അതിന് ശേഷം അവൾക്ക് ഒട്ടും താല്പര്യമില്ലാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അതിനുശേഷം അവൾ അവളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കോളേജിലേക്ക് പോവാണ്. കോളേജിലേക്ക് പോയി അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അവൾ എൻജോയ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അവളുടെ ഫാദറായിട്ടുള്ള വില്ലിന് ആർട്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റിൽ ഇൻസ്ട്രക്ടർ, അതായത് ആർട്സ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഇൻസ്ട്രക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടുകയാണ്. സോ ആ സമയത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് മാറി. കാരണം സ്റ്റേറ്റസ് മാറി, കംപ്ലീറ്റ് അവരൊരു ഹയർ ലെവലിലേക്ക് എത്തി. ഇത് തന്നെയാണ് അവൾ മുൻപും ആഗ്രഹിച്ചിരുന്നത്. കാരണം ഈ എട്ട് മക്കളിൽ മൂത്ത മകളായിട്ട് ജനിച്ചു, ബാക്കിയുള്ളവരെല്ലാം നോക്കി ഇങ്ങനെ നടക്കാതെ ഒരു ഹയസ്റ്റ് ഫാമിലി, ഒരു വെൽത്തി ലൈഫ് ലീഡ് ചെയ്യാനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ലെവൽ മാറിയപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും മാറി. അവൾ ഒരുപാട് ഹാപ്പിയായി. അതിനുശേഷം അവളുടെ ഡിഗ്രി ലാസ്റ്റ് ഇയറിലേക്ക് കടക്കുന്ന സമയത്താണ് അവളുടെ പഴയ പ്രേമത്തെക്കുറിച്ച് ഓർത്തത്. അങ്ങനെ അവളുടെ ആൻ്റണെ തപ്പിപ്പോവുകയും അങ്ങനെ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രോങ് ആവാൻ തുടങ്ങി. അതിനുശേഷം അവളുടെ ലൈഫ് ആകെ മാറി. കാരണം അതിനു മുൻപ് വരെ അവൾ വളരെ ആക്റ്റീവായിരുന്നു, ടീച്ചിങ്ങിലാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒക്കെ വളരെ ആക്റ്റീവായിരുന്നു. പക്ഷേ ആൻ്റൺ വന്നതിന് ശേഷം ഈ ഇൻട്രസ്റ്റ് എല്ലാം പോയി. കൂടുതൽ ടൈമും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനാണ് അവൾ കൂടുതലും ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും താല്പര്യം കണ്ടിരുന്നില്ല. സോ അത് അവളുടെ എഡ്യൂക്കേഷനെയും എഫക്റ്റ് ചെയ്തു. അവൾ ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ എക്സാം ഒക്കെ വരുന്നു, മാറി മറിയുന്നു, കോളേജിലൊക്കെ ക്ലാസ്സസ് നടക്കുന്നു, ഇതെല്ലാം അവൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. കാരണം ഇവളുടെ ലോകമെന്ന് പറയുന്നത് ആദ്യം അവൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആംബിഷനും എയിമൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഡിഗ്രി വേണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഡിഗ്രിക്ക് പകരം അവളുടെ മൈൻഡിലുള്ളത് ആകെ ആൻ്റണാണ്. അപ്പോൾ ആ ആൻ്റണുമായിട്ട് ലൈഫ് കൂടുതൽ സ്പെൻഡ് ചെയ്യാനും സമയം ചെലവഴിക്കാനുമാണ് അവൾ കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ കരിയർ അവിടെ പകുതിയായിട്ട് ഇല്ലാതാവാൻ തുടങ്ങി. അങ്ങനെ ഒരു കംപ്ലീറ്റ് മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പടർത്തി. ഒരു ഈസ്റ്റർ ഹോളിഡേ വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഇട്ടു. അതായത് ഒരു ട്രാവൽ നടത്താമെന്നുള്ള രീതിയിൽ ഇവരൊരു യാത്ര പോവാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ലൈഫ് ആകെ തകിടം മറിഞ്ഞൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ഫുൾ ടൈം അവൾ സ്പെൻഡ് ചെയ്യുന്നത് ആൻ്റണിൻ്റെ കൂടെയാണ്. പക്ഷേ ഉർസ്യൂളയ്ക്ക് ആൻ്റണിയെ കല്യാണം കഴിക്കാനായിട്ടൊരു താല്പര്യവും ഇല്ല. പക്ഷേ അവൾക്ക് അവനെ ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പൊട്ടത്തരം അല്ലെങ്കിൽ മണ്ടത്തരം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ഒരാളോട് ഭ്രാന്തമായിട്ട് സ്നേഹം, അതിനിടയിൽ യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ തോറ്റ് കരിയറെല്ലാം ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നു. എന്നാൽ അവൾക്ക് അയാളെ കല്യാണം കഴിക്കണ്ട. പക്ഷേ അവരുടെ താല്പര്യം വേറെ എന്തോ ആണ്. അതായത് സെക്സിനോടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെയും കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ ആൻ്റണുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടത്തിയതൊക്കെ അവൾ വേണ്ടാന്ന് വെക്കുകയാണ്. അതായത് എനിക്ക് താല്പര്യമില്ല എന്നവനോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ അവന് നല്ല പ്യുവറായിട്ടുള്ള ലവ് ആയിരുന്നു. അതുകൊണ്ട് അവനത് കേൾക്കുമ്പോൾ വളരെ വിഷമാവുകയും അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൻ്റെ നാട്ടിലേക്ക് പോവുകയും ചെയ്യും. അവൻ പോയതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണ് എന്ന് തിരിച്ചറിയുന്നത്. ഉർസ്യൂള എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആൻ്റൺ ഒരു ലെറ്റർ അയക്കും. പക്ഷേ ആൻ്റൺ റിപ്ലൈ ഒന്നും കൊടുക്കില്ല. അതുമാത്രമല്ല ആൻ്റൺ അവിടെ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു എന്നുള്ളതും അറിയാൻ സാധിക്കും. പിന്നീട് അവൾക്ക് തന്നെ മനസ്സിലാവും. കാരണം അവൾ കാരണമാണ് ലോകം പോയതെന്നുള്ളത് അവൾക്ക് മനസ്സിലാവും. അതിനുശേഷം എങ്ങനെയോ അബദ്ധത്തിൽ ആ കുട്ടി ഇല്ലാതാവുകയും, അതായത് ഒരു അബോർഷൻ നടക്കുകയും, അങ്ങനെ അവളുടെ ലൈഫിൽ വീണ്ടും അവൾ ഒറ്റപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയാണ് പിന്നീട് കാണുന്നത്. പിന്നെ അവൾക്ക് തോന്നുകയാണ് എല്ലാം ഇല്ലാതായി. അതായത് ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതില്ലാതായി. അതിൽ നിന്ന് ഒരു ബേബി ഉണ്ടായി, അതും അബോർട്ടഡായി. അപ്പോൾ ഇനിയുള്ളത് പുതിയൊരു ലൈഫ്, ന്യൂ ലൈഫ് ആയിട്ടാണ് അവൾ കാണുന്നത്. അപ്പോൾ ഇത്രയും നാളൊക്കെ നടന്നത് പോട്ടെ, ഇനിയുള്ളത് ഒരു പുതിയ ലൈഫാണ്. കാരണം ആ ലൈഫ് എന്ന് പറയുന്നത് ദ റെയിൻബോ, അതായത് റെയിൻബോ നമ്മുടെ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ദ റെയിൻബോ. ആ റെയിൻബോ ആണ് അവളുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ആ റെയിൻബോയിലെ 7 വർണ്ണങ്ങൾ നമുക്ക് കാണുന്നത് പോലെ അവളുടെ ന്യൂ ലൈഫിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ ഇതാണ് നമ്മുടെ റെയിൻബോ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൻ്റെ
കഥാംശം. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.